വെൽക്കം ബാക്ക് ടു മദേഴ്സ് റെസിപ്പി ഇഫ്താറിയത്ത്. ഇത്ര എപ്പിസോഡ് കണ്ട സ്ഥിതിക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ നോമ്പ് തുറക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി എളുപ്പത്തിലുള്ള റെസിപ്പീസ് കാണിക്കാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷഹന ഫ്രം തൃശ്ശൂർ. അടിപൊളിയല്ലേ? തുടങ്ങണ്ടേ? എന്താ എങ്ങനെയാ കാര്യങ്ങൾ എന്നറിയോ? ഇല്ല, 2 ബോക്സ് ആണ് നിങ്ങളുടെ ഫ്രണ്ടിൽ. അത് ഞാൻ കണ്ടു വന്നപ്പോൾ. ഇതാണ് മിസ്റ്ററി ബോക്സ്. ഈ 2 ബോക്സിൽ ഞങ്ങൾ പല ഇൻഗ്രീഡിയൻസും വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഒരു ഡിഷ് നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടായി കാണിച്ചു കൊടുക്കണം. റെഡിയാണോ? നോക്കാം. ശരി, ഒരു ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്യും, എന്നിട്ട് തീരുമാനിക്കാം. പെട്ടെന്ന് തീരുമാനിക്കുക. ഇതെന്താ 2 ബോക്സിലുള്ളൂ? ഇതാണോ? അതെന്താ അടുത്തുള്ള ബോക്സ് എടുത്ത്? ചിലപ്പോ അടുത്തുള്ളത് ഒന്നുകൂടി ഈസി ആയാലോ. ഓ അങ്ങനെ. ഇപ്പൊ തുറക്കാല്ലേ? തുറക്കാം. വാ, മദേഴ്സ് റെസിപ്പിയുടെ ചിക്കൻ കറി മസാല അതേപോലെ തന്നെ ഇതാ, പിന്നെ ഗ്രീൻ ചില്ലി സോസും ഉണ്ട്, പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. യെസ്. ഞാനൊരു കബാബ്. കബാബിന്റെ സാധനങ്ങൾ. ഓ, ചീസ് കബാബ്. യെസ്. വളരെ എളുപ്പത്തിൽ ഒരു ചീസ് കബാബ്. അത് രസമുണ്ട് കേൾക്കാൻ. പോലെ വാ, ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കബാബ് എന്ന് പറഞ്ഞത്? ഇത് കണ്ടുപാട്. അതിപ്പോ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കബാബ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ചീസ് കട്ട്ലറ്റ് ഒക്കെ നടക്കൂലേനോ? ബ്രെഡ് ക്രംസ് വേണം. ഓ, പിന്നെ പൊട്ടറ്റോ വേണം. അത് നമുക്ക് ചിക്കൻ. അപ്പൊ നമുക്ക് ചിക്കൻ കറി മസാല, നമ്മുടെ മദേഴ്സ് റെസിപ്പിയുടെ ചിക്കൻ കറി മസാല. മദേഴ്സ് റെസിപ്പി. ഇതിന്റെ അകത്ത് ഒരു പ്രത്യേകത അറിയോ? എന്താ? ഇതിനകത്ത് കളറോ അങ്ങനെയുള്ള ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അത് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സവോള, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന. യെസ്. ഇത് 4 മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത്, പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലോർ വേണം കേട്ടോ, ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി. അതെ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഓക്കെ. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടാം, കുറച്ച് നാരങ്ങയുടെ നീര്. ഇതിപ്പോൾ നല്ല സ്പൈസി ആവും. ഇല്ല, ഇത് ചീസ്. ഇനി ഗ്രീൻ ചില്ലി സോസ്. അതാണ് ഇനി അടുത്തൊരു ഫ്ലേവർ ഇതിൽ കേട്ടാൻ പോകുന്നത്. പിന്നെ കുറച്ച് ഓയിൽ വേണം, നമുക്കത് കയ്യിലൊന്നും ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത്. ഇനി മദേഴ്സ് റെസിപ്പിയുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതില്ലെങ്കിൽ പിന്നെ ഫ്ലേവർ ഒന്നും വരില്ലല്ലോ. നിങ്ങൾ എന്നെ പറഞ്ഞാൽ നന്നായി. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ല. ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാ. വെരി ഗുഡ്. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. കബാബിന്റെ മിക്സ് ഒക്കെ റെഡി ആയി. ഇനി എന്ത് ചെയ്യണ്ടേ? ഇനി നമ്മൾ ഈ ചാർക്കോൾ ഇല്ലേ, ഇതൊന്ന് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ചാർക്കോൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? അപ്പൊ ഈ കബാബ് ഉണ്ടാക്കുന്ന അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, ചാർക്കോളിന്റെ ഒരു ഫ്ലേവർ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ്, ഒന്നൊരു കളറാവാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ഓയിൽ അതിന്റെ മുകളിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് അങ്ങ് അടച്ചു വെക്കാം. അങ്ങനെയല്ല ചെയ്യണല്ലേ, എന്നാലേ ഇങ്ങനെ പുക ഇങ്ങനെ വരണം. എത്ര നേരം വെക്കണം ഇങ്ങനെ? കുറച്ച് നേരം. രസമുണ്ട്. അത്യാവശ്യം അതിലൊക്കെ അങ്ങനെ സ്മെല്ലൊക്കെ അങ്ങനെ കയറി നല്ല സെറ്റായിട്ടുണ്ടാവും. ഇനി എന്താ? അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് ഒരു കാൻഡിയുടെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് ഫോയിലിൽ വെച്ചിട്ട് അതിന് നമ്മൾ കുറച്ച് ഓയിൽ കയ്യിലാക്കണം ആദ്യം. നമുക്ക് ഇത് മെയിനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. എല്ലാം നിങ്ങൾ നേരത്തെ ചീസ് ഇട്ടിട്ടില്ലേ? നേരത്തെ ചീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഇനി നമുക്കിത് ഒരു ഫോയിലെടുത്തിട്ട് ഇതിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മിഠായി റെഡി ആയിരിക്കുന്നു. ഇതെങ്ങനെയാ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുമില്ല, ഇതിങ്ങനെ പ്ലേറ്റ് ചെയ്യാം.
നൈസ്. അവിടെ നല്ല അകത്ത് നല്ല ഫാറ്റി ഫ്ലേവറൊക്കെ ഉണ്ട്. ഇപ്പം കഴിക്കാൻ പറ്റില്ല, നോമ്പാണ്. ഞാൻ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കഴിക്കാം. ഇതിന്റെ കൂടെ ആക്ച്വലി ഇതൊരു ഡിപ്പും കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ. ഞാൻ ചോദിക്കാൻ വിചാരിക്കാം. ഓക്കെ, അപ്പൊ അത് കേടും പ്ലസ് ദാത്തർ മിക്സ് ചെയ്തിട്ട് ഇത് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷേ നമുക്കിപ്പോ ഇവിടെ അവൈലബിൾ അല്ലല്ലോ. അല്ലെന്നാരാ പറഞ്ഞത്? ഇതില് മദേഴ്സ് റെസിപ്പിയുടെ ആ ഒരു മിന്റ് നമുക്ക് ഇതല്ലേ? യെസ്, ഓക്കെ. ഇതിന് പറ്റിയൊരു സാധനമാണ്. ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് മുക്കിട്ട് കഴിക്കാം അല്ലേ? ഒന്ന് നമ്മൾ എടുക്കുക, ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ അൺറാപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കഴിക്കാം. നോമ്പ് പറഞ്ഞോടെ നമുക്ക് കഴിക്കാം അല്ലേ? നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, കഴിക്കാൻ അടിപൊളിയാണ്. അടിപൊളിയാണ്. നല്ല ഈ ഒരു പ്രോട്ടീൻ റിച്ച് ഡിഷ് നമുക്ക് കാണിച്ചു തന്നതിൽ വളരെയധികം താങ്ക് യു ഷൈന. So stay tuned guys, Mother's Recipe Iftariyat with another guest, with another episode soon.